വലൈക്കും സ്ലാം. ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഇത് ഫൈസൽ മുസ്ലിയാർ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. KJUവിൻ്റെയും KNMൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന, നമ്മൾ എല്ലാവരും വളരെ സത്യസന്ധതയോടുകൂടി വിശ്വസിക്കുന്ന നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് വന്ന ഇത്തരം ഒരുപാട് പരിപാടികൾ. എനിക്കുള്ള സംശയമല്ല, നിങ്ങളുള്ള ഒരു പങ്കുവെക്കലാണ്. എന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അദ്ദേഹം വളരെ അവസാനിപ്പിച്ചൊരു സംഗതിയുണ്ട്. ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാം, ശിർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ തുടരാം. ഇതാണ് KNMൻ്റെ തീരുമാനം എന്ന് അദ്ദേഹം അവസാനിപ്പിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളാരും KNMൽ നിന്ന് പോകാനോ പുറത്താക്കിയാൽ തന്നെ പോകാനോ ആഗ്രഹിക്കുന്നില്ല. ചവിട്ടി പുറത്താക്കിയാൽ ഇത് ഞങ്ങളാണ് സംരക്ഷിക്കുമെന്ന് വാശിയിൽ നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ സംശയം, ഈ അബ്ദുൽ നാസർ സുല്ലമി എന്നുമായി വളരെ അടുത്ത പരിചയമുള്ളയും ഞങ്ങൾ ഒരുമിച്ച് സംവദിക്കുകയും എല്ലാം ചെയ്ത ആളുകളാണ്. അദ്ദേഹം 2000 മുതൽ ഗൾഫ് സെൻ്ററുകളിൽ മടവൂർ വിഭാഗത്തിൻ്റെ നമ്മൾ ആദ്യത്തെ പിളർപ്പിൽ അദ്ദേഹമാണ് ഈ വിഷയം ഇന്നലെ ഏത് രൂപത്തിൽ അദ്ദേഹം ഫയലുകളുമായി വന്നോ അതേ രൂപത്തിൽ മടവൂരിസമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസുകളും ഞങ്ങൾ സംവാദങ്ങൾ വരെ ഇസ്ലാഹി സെൻ്ററുകളിൽ നടത്തുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളും സംവാദത്തിൽ ഇവരുമായി ഏറ്റുമുട്ടുകയും ഓരോ വിഷയങ്ങളെടുത്ത് ജമിയത്തിൻ്റെ 18 വിഷയങ്ങളെടുത്ത് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഹക്ക് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നതിന് ശേഷം അദ്ദേഹം ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് 2007 അൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ആക്കിയ ഈ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് പിറ്റേ ആഴ്ച തന്നെ സലാം സുല്ലമി ഇതിൽ എടുത്തെടുത്ത് ഷിർക്കാണ് എന്ന് പറയുകയും ഇത് പ്രചരിപ്പിക്കുകയും മൗലവി വിഭാഗം ഷിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് വാദിനു വേണ്ടി കേസറ്റുകളും സംവാദങ്ങളും എല്ലാം നടത്തുകയും സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ പോലും അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് ഈ പറയപ്പെടുന്ന നാസർ സുല്ലമി ഇപ്പോൾ ഈ പറയുന്ന ഹദീസിൽ ഷിർക്ക് ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹം അന്ന് സലാം സുല്ലമി ഇതിൽ ഷിർക്ക് ഉണ്ട് എന്ന് അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തി. അന്ന് KNMൻ്റെ മുഴുവൻ പണ്ഡിതന്മാർ, നമ്മൾ പറയപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി, അനസ് മുസ്ലിയാർ, അതുപോലെ ഹനീഫ കായക്കൊടിപ്പ്, സക്കരിയ സുലൈ പോലെയുള്ള എല്ലാ നമ്മുടെ നേതാക്കന്മാരും മുഴുവനും പറയുന്നു അവർക്ക് മറുപടിയായിട്ട് ഇതിൽ എവിടെ ഷിർക്ക്, ഇതിൽ ദുആ ഇല്ല എന്ന് നമ്മൾ പറയുകയും, അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഷിർക്കിൻ്റെ ആളുകളും സലാം സുല്ലമി നിൽക്കുന്ന ആ ഭാഗം തൗഹീദിൻ്റെ ആളുകളും. എന്നിട്ട് അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് തൗഹീദ് ഒട്ടിട്ട് ഈ ഷിർക്കിൻ്റെ ഭാഗത്തിലേക്ക് വന്നു. അതാണല്ലോ ഇന്നലെ അദ്ദേഹം അവതരിപ്പിച്ച പ്രകാരം നമ്മൾ ഷിർക്കിൻ്റെ ആളുകളും അദ്ദേഹം തൗഹീദിൻ്റെ ആളുകളുമാണ്. മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്കാണ് വന്നത്. എൻ്റെ സംശയം, അദ്ദേഹം ആ തൗഹീദ് സത്യം അറിഞ്ഞുകൊണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇപ്പം നമ്മളെല്ലാവരും സംശയിക്കുന്നത് പോലെ ഈ ഒരു വാദം ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നേതാക്കന്മാരിൽ ഇത്തരം ചിന്തകളും ഇതുപോലുള്ള കേസറ്റുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ചിന്ത ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ആയിരുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹവുമായി അത് പങ്കുവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല ആളുകളും എന്നോട് തടഞ്ഞിട്ട് അദ്ദേഹം എന്ന് വന്നു എന്ന് നീ ചോദിക്കേണ്ട, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ച അജ്മൽ എന്നൊരു വ്യക്തി പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ പാടില്ല, സുന്നീന്ന മുജാഹിദ് ആളുകൾക്ക് എപ്പോഴോ വരും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്രകാരം അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. ഇതിന് വല്ല ഇത്രയും ആളുകളിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് വന്ന് ഇതിൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് ഇതിനെ എന്തെങ്കിലും ആക്കിയാൽ ഈ മടവൂർ ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള വല്ല ഒരു ഗൂഢാലോചനയും നിങ്ങളുടെയൊക്കെ അനുഭവത്തിലുണ്ടോ? ഞങ്ങൾ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ അനുഭവത്തിലുണ്ടോ എന്ന് അറിയാൻ വലിയൊരു താല്പര്യമുണ്ട്. ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു സംശയം തന്നെയാണത്. സാധാരണ ഇപ്പോൾ ആളുകൾ മാറി വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മളൊക്കെ സുന്നിന്ന് വന്നു, അയാൾ മടവൂരിൽ നിന്ന് വന്നു, അപ്പം പലയിടത്തുനിന്നും ആളുകൾ വരാറുണ്ട്. അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പലയിടത്തുനിന്നും വന്നവർ തന്നെയാണ്. പക്ഷേ സുന്നിയിൽ നിൽക്കുന്ന കാലത്ത്, ഇപ്പം ഞാൻ സുന്നിയിൽ നിൽക്കുന്ന കാലത്ത് അല്ലാഹുവല്ലാത്ത ആളോട് ഇസ്തിഹാസ ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇവിടെ വന്നിട്ട് ഞാൻ മുജാഹിദിന്റെ സ്റ്റേജിൽ കേട്ട് ഞാൻ പ്രസംഗിക്കുന്നത് അല്ലാഹുവല്ലാത്ത ഇസ്തിഹാസ ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പ്രസംഗിക്കുകയും അത് പാടില്ല എന്ന് ഒരുത്തം പറയേണ്ടി നമ്മുടെ മുജാഹിദ് നിൽക്കണ്ട എന്ന് ഞാൻ പറയും ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇയാൾ സുന്നീന്ന് പോന്നിട്ടില്ല കേട്ടോ,
ഇയാൾ ഉള്ളിപ്പോഴും സുന്നി തന്നെയാണ്, പുറത്തേക്ക് വന്നു എന്നേ ഉള്ളൂ, അയാൾ പേടിക്കണം എന്ന് പറയും. എന്നതുപോലെ ഇപ്പൊ സൂചിപ്പിക്കപ്പെട്ട പ്രകാരം അദ്ദേഹം 2007 പോരുന്നത്. ഇത് 10-ലോ ആ സമയത്താണ്, 2-3 കൊല്ലമേ ആയുള്ളൂ. ആ സമയത്ത് അദ്ദേഹം പോരുന്നത്. അതിനു മുമ്പേ ഈ ലേഖനം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ലേഖനത്തിൽ സൂചിപ്പിച്ച പോലെ അബ്ദുസ്സലാം സുല്ലമി തൊട്ടടുത്ത ആഴ്ച എഴുതി ഇത് ശിർക്ക് തന്നെയാണ് എന്നെഴുതി. അന്ന് മുതൽ തുടർച്ചയായി അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മടവൂരികൾ വിശ്രമമില്ലാതെ എന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്നു. അന്നെല്ലാം ഏറ്റവും അധികം ഒരു എടുത്തുദ്ധരിച്ചതാണ് ഈ ഇസ്ലാഹി മാസികയാണ്. അതിന്റെ 2 മാസം മുമ്പാണ് വിചിന്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലേഖനം വന്നത്. പക്ഷെ അതാരും പ്രശ്നമാക്കിയിട്ടില്ല. ഏപ്രിൽ മാസത്തിലാണ് ഇസ്ലാഹിൽ വന്നത് 2007. അതെടുത്ത് പൊക്കിക്കൊണ്ട് ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് നമ്മളെല്ലാവരും ഒന്നടങ്കം മറുപടി പറഞ്ഞു, ശിർക്കിലേക്ക് പോയിട്ടില്ല, തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. എന്ന മനുഷ്യൻ പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് അയാൾ ആ പറഞ്ഞത് ഇവിടുന്ന് പറയാണ്. അവിടെ പറഞ്ഞ അതേ വിഷയം അതേ രൂപത്തിൽ ഇവിടെ നിന്ന് പറയുന്നു. എന്നിട്ട് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നു, ഇതിനപ്പുറത്തേക്ക് പോകാമെന്നും പറയുന്നു. അപ്പൊ തീർച്ചയായും അതൊരു മടവൂരിസത്തിന്റെ കടന്നുകയറ്റം തന്നെയാണ്. അബ്ദുസ്സലാം സുല്ലമിയാണ് ആദ്യം പറഞ്ഞത് ജിന്നും മലക്കും അഭൗതികമാണ്, അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി, പിശാച് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി, മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നു. ജിന്നും മലക്ക് അഭൗതികാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏത് സഹായം ചോദിക്കും ശിർക്കാണെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മടവൂരിസമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സിഹിറും കണ്ണേറും ഒക്കെ അംഗീകരിക്കാൻ കഴിയാത്ത, അതെല്ലാം തൗഹീദിനെതിരാണ് എന്ന് വിചാരിച്ച കുറെ മനുഷ്യന്മാർ ഇതിൽ ബാക്കിയുണ്ട്. അവരുടെ ഒരു ഒത്താശയോട് കൂടി ഇയാൾ ഇവിടെ വരികയും എന്നിട്ട് KNM ലേബലിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം മടവൂർ ലേബൽ അയാൾ പ്രചരിപ്പിച്ചു, അന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷെ KNM ലേബലിൽ ഒന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കും. അത് ഇയാൾക്ക് മുമ്പ് ആദ്യം ഒരു KKP കടത്തിവിട്ടു ഇങ്ങോട്ട്. KKP അബ്ദുള്ള ആദ്യം വന്നു. എന്നിട്ട് ഈ 10 കൊല്ലം പുറത്തുനിന്ന് പറഞ്ഞ കാര്യം അയാൾ ഉള്ളിൽ കയറി പറഞ്ഞു. കുറെ ആളൊക്കെ തെറ്റിദ്ധരിച്ചു. അവസാനം ഇത് കൃത്യമായി പിടികൂടപ്പെട്ടപ്പോൾ നിലമ്പൂരിൽ വെച്ച് MM മദനി പറഞ്ഞു, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കയറി വന്ന ചാരനാണ് എന്ന് KKP അബ്ദുള്ള കുറിച്ച് MM മദനി പറഞ്ഞു നിലമ്പൂരിലെ ആദർശ വിശദീകരണത്തിൽ. അരിസ്റ്റേറൂരും ഇവർ ചാരന്മാരാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ ചാരന്മാരുടെ ശ്രമഫലമായി ആൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നേതാക്കന്മാരെ വിശ്വസിപ്പിച്ചു നമ്മളൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന്. അങ്ങനെ ഇടമണ്ണയിൽ സംയുക്ത കൗൺസിൽ ഉണ്ടായി. ഈ കാലം വരെ പരിചയമില്ലാത്ത രൂപത്തിൽ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്തു. ഇങ്ങനത്തെ ക്യാമറ ഒന്നുമല്ല, വലിയ മറ്റേ ക്യാമറ വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വെച്ചിട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്തത്. ഈ കാലം വരെ നമ്മുടെ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഏറ്റവും സ്വകാര്യമായ ബോഡിയാണ് സംയുക്ത കൗൺസിൽ. എല്ലാ സ്വകാര്യതയും അത് വേറെ, എല്ലാ സ്വകാര്യങ്ങളും തുറന്നു പറയാനുള്ള അവസരമാണ് സംയുക്ത കൗൺസിൽ. അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പല ആളുകളും പോയിട്ട് അഹമ്മദ് അലി മദനിയോടും TP-യോടും ചോദിച്ചു, സാർ എന്താ അത് റെക്കോർഡ് ചെയ്യണത്? ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റു പലർക്കും എത്തുമല്ലോ. അത് എത്തുന്നില്ല, എന്താ നമ്മളത്ര പോയത്തക്കാരാണോ എന്ന് ചോദിച്ചു. 2-ാമത്തെ ദിവസം മടവൂരികളുടെ കയ്യിൽ ആ CD എത്തി. അവർ വ്യാപകമായി ഈ CD കൊണ്ടുനടന്നു. ആ കൗൺസിലിലെ ഓരോരുത്തരെയും പ്രസംഗം ഷബാബിൽ അങ്ങനെ തന്നെ വന്നു. AP-യുടെ പ്രസംഗം അർഫായി കൊടുത്തു, TP-ൻ്റെ കൊടുത്തു, അഹമ്മദ് മദനിയെ കൊടുത്തു, എല്ലാം അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. അത് മടവൂരികൾ നോട്ടീസാക്കി നാട് മുഴുവൻ ഒട്ടിച്ചു. ഈ CD വിതരണം ചെയ്തു. നെറ്റിലും യൂട്യൂബിലും അടക്കം കയറി. ഖുറാഫികൾക്കും മടവൂരികളും ഇത് ക്ലിപ്പാക്കിയും ക്ലിപ്പാക്കാതെയും നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അപ്പൊ ഈ റെക്കോർഡ് ചെയ്തത് ആര്? അവസാനം TP പറഞ്ഞു അത് ചതിയായിരുന്നു. റെക്കോർഡ് ചെയ്തത് അത് ചതിയായിരുന്നു. ചതിച്ചതാര്? ഒരാളെ പേര് മുമ്പിൽ പറഞ്ഞു, ഞാനിപ്പോൾ പറയണില്ല. ആ ആള് 24 മണിക്കൂർ ഇപ്പം മുജാഹിദ് സെന്ററിലുണ്ട്. ആ ചതിച്ച ആള് അയാൾ ഇപ്പോഴും മുജാഹിദ് സെന്ററിലുണ്ട്. ഈ പേര് കിട്ടണമെങ്കിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ സർക്കുലറും വായിച്ചാൽ മതി. അതിൻ്റെ അടിയിലുള്ള വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളെ പേരുണ്ടാവും, ഫോൺ നമ്പറും ഉണ്ടാവും. അയാളെ പേര് പറഞ്ഞിട്ട് TP പറഞ്ഞു അയാളും 2-3 ആളുകളുമാണ് ചതിച്ചത്. അപ്പൊ അതും ഇവിടെ ഒരു കുതന്ത്രമായിരുന്നു. അങ്ങനെ അത് നാട് മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ നേതാക്കന്മാർക്കൊക്കെ തോന്നി നമ്മളെ കുട്ടികളൊക്കെ പിടുത്തം വിട്ട് പോവാണ്, കുട്ടികളൊക്കെ പേടിക്കണം. ആ സമയത്താണ് KNM ഇലക്ഷൻ വരുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ പ്രചാരണം ഉണ്ടായത്. ഇലക്ഷനിൽ ഈ കാലം വരെ ഇല്ലാത്ത പുതിയ നിയമം വന്നു. ISM-ലോ MSM-ലോ ഭാരവാഹിത്വമുള്ള ഒരാളും KNM-ലെ ശാഖ എക്സിക്യൂട്ടീവിൽ പോലും അംഗമാകാൻ പാടില്ല.
അതോടെ 40 വയസ്സിന് താഴെയുള്ള KNM ISM തമ്മിലുള്ള എല്ലാവരും KNMന്റെ എക്സിക്യൂട്ടീവ് ഔട്ടായി. ഇതൊന്നും ഇല്ലാത്തവ മാത്രം KNMക്ക് വന്നു. അപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം ശാഖ എക്സിക്യൂട്ടീവ്. ഈ ശാഖ എക്സിക്യൂട്ടീവുകൾ കൂടുന്നതാണല്ലോ മണ്ഡലം ജനറൽ ബോഡി. അതിൽ നിന്നാണ് മണ്ഡലം എക്സിക്യൂട്ടീവ് ഉണ്ടാവുക. അതാണ് ഇപ്പം ജില്ലയിലേക്ക് എത്തുക, അതാണ് സ്റ്റേറ്റിലേക്ക് എത്തുക. അപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴേക്ക് പല മൗലവിമാരും ഔട്ടായി. ISM എന്നാണ് പ്രായം കഴിയുന്നതോടുകൂടി KNM ഏറ്റെടുക്കാൻ കഴിയുമെന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പോലും KNMലേക്ക് എത്താതെ എന്തൊരു ഒരൊക്കെ പുറത്തു പോയി. പിന്നെ വന്നതാരാ? ഈ കുറേ ആളുകളും കുറേ പണക്കാരും കുറേ രാഷ്ട്രീയക്കാരും ഇവരൊക്കെയാണ് പിന്നെ സ്റ്റേറ്റിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ ഈ ഏകദേശം എല്ലാവരും ഒരേ ചിന്താഗതിക്കാരായി കിട്ടിയപ്പോൾ എന്ത് തീരുമാനം എടുക്കാൻ പറ്റാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അത് വെച്ചിട്ടാണ് കുറേ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മടവൂരികളുടെ ചാരപ്പണിയുടെ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ KKP ആദ്യം പറഞ്ഞയച്ചു, ഇനി അതേപോലെ വിട്ടതാകാം ഇയാളെ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവിടെ നിന്നിട്ട് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെ നിന്ന് പറയുന്നു. അയാൾക്ക് ജമിയത്ത് ഉലമയുടെ മെമ്പർ ആണ് എന്ന് പോലും എനിക്കറിയില്ല. ആവാതിരിക്കാനാണ്. ജമിയത്ത് ഉലമയുടെ ഈ വക ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കാത്ത ആളുമാണ്. KNMൽ പോലും ഒരു പക്ഷേ അത് മെമ്പർഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്രാവശ്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആളാണ് ഇവിടെ വന്നിട്ട് KNMന്റെ പള്ളി കയറിയിട്ട് ഇയാളുടെ പഴയ ആശയം പറയുകയും ഇത് പറ്റാത്തവനൊക്കെ പോകണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ KNMനെ ഹൈജാക്ക് ചെയ്യുവാനും നമ്മുടെ പള്ളികളെപ്പോലും മടവൂരികളെ ആശയം പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുമുള്ള 10 കൊല്ലം ഒരു പുറത്തുനിന്ന് നടത്തിയിട്ട് വിജയിക്കാത്ത ഒരു ശ്രമം ഇപ്പോൾ ഉള്ളിൽ കയറിയിട്ട് അത് നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ നാം ബോധവാന്മാരാവുക. KNMും KJയും ഈ വിഷയത്തിൽ ഇത്രയും കാലം പഠിപ്പിച്ചെന്തോ അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിക്കുക, നമ്മൾ ആൾക്ക് പറഞ്ഞു കൊടുക്കുക, തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുക. അവരെല്ലാം തെറ്റിദ്ധരിച്ചതാണ്. ഒരു പറയാ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട്, അമാനി മൊഴിയുടെ പരിഭാഷ ഇതുണ്ട്. അവസാനമായി 3 പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഒന്ന് KNM പുറത്തിറക്കിയ ജിന്നും ഷൈത്വാനും എന്ന പുസ്തകം അമാനി മൗലവിയുടേത്, പരിഭാഷയിൽ നിന്ന് എടുത്ത് പുസ്തകമാക്കിയതാണ് ഒന്നത്. മറ്റൊന്ന് KNMന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകം. മുമ്പ് അതിന് പേര് മുഖ്യ ശത്രു എന്നായിരുന്നു. ഇപ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പേരിലാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. മൂന്നാമത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തന്നെ എഴുതിയ ഗൈബ് എന്ന പുസ്തകം. ഈ 3 പുസ്തകം നമ്മളൊക്കെ വായിക്കണം. എന്നിട്ട് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ ഈ പുസ്തകത്തിൽ മാത്രം പോയാൽ മതി. ഇതിലിങ്ങനെ പറയുന്നു, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതിനപ്പുറം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കൂടി വിഷയം പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും തെറ്റിദ്ധാരണയാണ് എന്ന്. ആ തെറ്റിദ്ധാരണ ക്ലിയർ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? നമ്മളെ പറ്റിയുള്ള ഈ ഒരു അകൽച്ച കുറയുകയും ഒന്നായി ഒരേ മനസ്സോടെ പോകാനും കഴിയും. ഏതായിരുന്നാലും ഇതിൻ്റെ പേരിൽ നമ്മൾ ഭിന്നിക്കരുത്, രണ്ടാവരുത്. ഇത് ചില ആളുകളുടെ ഗൂഢമായ ശ്രമങ്ങളാണെന്ന് മനസ്സിലാക്കുക. മടവൂരികളുടെ ചില ചാരപ്പണിയാണ് മനസ്സിലാക്കുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നാം അവരെ പിന്തള്ളി ഈ പറഞ്ഞ ആദർശത്തിൽ തൗഹീദിൽ ഉറച്ചു നിന്ന് ശിർക്കിനെതിരെ പടപൊരുതുകയാണ് വേണ്ടത്. അതോടൊപ്പം ദഅവത്ത് അതിശക്തമാക്കുക. നമ്മൾ സംഘടനാ സംവിധാനവും അല്ലാത്ത സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അതിശക്തമായ ദഅവത്തുമായി മുന്നേറുക. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ദഅവത്താണ്. ഖുറാഫാത്തും ശിർക്കും നാട്ടിൽ വ്യാപകമാവുകയാണ്. നബിദിനാഘോഷം ഇപ്പോൾ വ്യാപകമായി ആഘോഷിക്കപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ നമ്മൾ ഇത് ദഅവത്ത് ശക്തമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കും.